അല്ലെങ്കിൽ കേരളത്തിൽ മറ്റൊരിടത്തും ഇല്ലാത്ത ഈ പ്രവണത എന്താ ഈ വടകരയിൽ മാത്രം വരാനുള്ള കാരണം? മറ്റുള്ളിടങ്ങളിൽ നിങ്ങളൊക്കെ പരസ്പരം ഏറ്റുമുട്ടുന്നുണ്ട്. CPM ഏറ്റുമുട്ടുന്നുണ്ട്, കോൺഗ്രസ് ഉണ്ട്, ലീഗുണ്ട്, എല്ലാ പാർട്ടികളും ഏറ്റുമുട്ടുന്നുണ്ട്. എന്തുകൊണ്ട് വടകരയിൽ മാത്രം ഇത്തരം ഒരു രീതിയിലേക്ക് മാറി? അത് സൃഷ്ടിച്ചവരോടാണ് ചോദിക്കുന്നത്. അല്ല, ആദ്യം ഈ ജിഹാദ് പോലെ ടീച്ചറുടെ പ്രസംഗം വളച്ചൊടിച്ചൊക്കെ പ്രചരിപ്പിച്ചത് കോൺഗ്രസ് പ്രവർത്തകർ, ലീഗ് പ്രവർത്തകരൊക്കെ ആയിരുന്നു. യാതൊരു രീതിയിലും ഞങ്ങളൊന്നും വളച്ചൊടിച്ച് പ്രചരിപ്പിച്ചിട്ടില്ല. അല്ല, കേസുകളൊക്കെ എടുത്ത കുറേ കേസുകളുണ്ടായിരുന്നു. കേസ് അന്വേഷിക്കണ്ടേ? കേസ് രജിസ്റ്റർ ചെയ്യുന്ന ആരാ? പോലീസല്ലേ, അന്വേഷിച്ചോട്ടെ. അല്ല, പക്ഷേ അവർ പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്തതാണ് ഫേസ്ബുക്കിലൊക്കെ, നമ്മളൊക്കെ കണ്ടതാണ്. ഞാൻ പറയുന്ന പോസ്റ്റ് ചെയ്തവരുടെ പേരിൽ വ്യാജമായിട്ടുള്ള പോസ്റ്റ് ചെയ്തു എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അതിനെക്കുറിച്ച് എൻക്വയറി വേണമെന്ന് തന്നെയാണ് പറഞ്ഞു. ഞങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്യാനെക്കുറിച്ച് ഞങ്ങളതിൽ ആശയം പറഞ്ഞു. നിങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ചു, പക്ഷേ സത്യാവസ്ഥ പുറത്തു വരണമെന്ന് മാത്രം. രജിസ്റ്റർ ചെയ്ത് അവിടെ ഇട്ടാൽ പോരാ. പിന്നെ രജിസ്റ്റർ ചെയ്ത് അങ്ങോട്ട് ഇടും കേസ്, പിന്നെ തോന്നുന്ന നേരത്ത് പൊന്തിക്കും. രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ചു. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ഭയവുമില്ല. ഞങ്ങളത് ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ വന്ന് ധൈര്യമായിട്ട് അന്വേഷിക്കുകയെന്ന് പറയും. പക്ഷേ ഇത് ചെയ്ത ആൾക്കാരെ കണ്ടുപിടിക്കണം. കാരണം നാളെയും പലരും ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ ജാതി മതമൊക്കെ പലരും പറയും. അങ്ങനത്തെ രീതിയിലൊരു പ്രചരണം ഉണ്ടാവരുത്. അത് ഞാൻ പറയുന്നു. ഈ പരസ്പരമുള്ള പഴിചാരലും തെറിയഭിഷേകമൊക്കെ ഉണ്ടാകുമ്പോൾ പൊതുസമൂഹം അതിനെ വിലയിരുത്തുന്നത് രാഷ്ട്രീയക്കാരുടെ ഒരു മൂല്യച്യുതിയായിട്ടല്ലേ കാണുന്നത്? പ്രത്യേകിച്ച് യുവതലമുറ ആ വിഷയത്തേക്ക് കാണുന്നതും പഠിക്കും. അതല്ല ഞാൻ പറയുന്നത്. ഒരു കൂട്ടരുണ്ടാക്കി, പിന്നെ അതിനെക്കുറിച്ച് അതിൻ്റെ കത്തിപ്പടർന്നു. കത്തിപ്പടരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയക്കാരോട് ഒരവമതിപ്പുണ്ടാവും. അതിൽ യാഥാർത്ഥ്യമാണല്ലോ, ഇല്ലയെന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അതുണ്ടാക്കിയവരാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇവിടെയും സഖാ എളമന കരീംക്കായല്ലോ. ആരാ തുടങ്ങി വെച്ചത്? അപ്പോൾ പണ്ടൊരു ചൊല്ലുണ്ട്, കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നു. അപ്പോൾ ഏതായാലും മൊത്തത്തിൽ ഈ ഒരവസ്ഥ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാം. കേസ് രജിസ്റ്റർ ചെയ്തോ, കേസെടുത്ത് അന്വേഷിക്കേ. അല്ല, കേസെടുത്ത് തെറ്റ് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഇഷ്ടം പോലെ അന്വേഷിച്ചോ. ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു. അത് തെറ്റാണെന്ന് തെളിയിക്കേണ്ടത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള. അത് ഞങ്ങളുടെ ജോലിയല്ല. അതിപ്പോൾ ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ചല്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അതാദ്യം മനസ്സിലാക്കുക. അതിൽ തെറ്റുണ്ടെങ്കിൽ കണ്ടുപിടിച്ചോ. അല്ല, പക്ഷേ തുടക്കം നിങ്ങളുടെ ഭാഗത്ത് തന്നെ ആയിരുന്നില്ലേ? ഇല്ല, തുടക്കം ഞങ്ങളുടെ ഭാഗത്ത് പേരിലൊക്കെ സ്ക്രീൻഷോട്ടുകൾ. ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. ഞങ്ങൾക്ക് ഏതെങ്കിലും മതസംഘടനയുടെ പേരിൽ വ്യാജ പോസ്റ്റ് ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. ഞാനവിടെ ഇലക്ഷൻ രംഗത്തുള്ളപ്പോൾ തന്നെ ഞങ്ങളുടെ വിജയം ഉറപ്പായിരുന്നു. പിന്നെ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്നും ഉണ്ടാക്കുന്നതിന്? അതുകൊണ്ട് ഉണ്ടാക്കിയവരാണ് തോൽക്കുമ്പോൾ ഓരോന്ന് പറഞ്ഞ്. ഏതായാലും 4-ാം തീയതി കഴിയട്ടെ, ബാക്കി നമുക്ക് അന്ന് പറയാം. ഇനി സമയമുണ്ടല്ലോ. ഇവിടെ ഒന്നും നടക്കണില്ലല്ലോ. കാരണം ചൂട് കൂടിയാലും മഴ വന്നാലും മുഖ്യമന്ത്രി പോയിരിക്കുകയല്ലേ. ഇത് രണ്ടിൻ്റെയും പരിഹാരം ഉണ്ടാക്കേണ്ട ആൾ സ്ഥലത്തില്ല. പിന്നെ എന്ത് ചെയ്യാനാ? ആരോട് പറയാൻ? ഭരണസമ്പന്നം ഇവിടെ ഭരണമില്ലല്ലോ. ഇതിനെന്താ സംഭവിക്കാൻ? സാധനം വേണ്ടേ? ഭരണം ഉണ്ടെങ്കിലല്ലേ സംഭവിക്കുള്ളൂ. ഇല്ല ആ സംഭവം. ഓരോരുത്തർ ഓരോ വഴിക്ക് പോയി. ഒരാൾ സിംഗപ്പൂരിലേക്ക് പോയി, ഇവിടെയുള്ളവർ തന്നെ ടൂറ് പോയി. മഴക്കാല ശുചീകരണം പോയിട്ട് ഒന്നും നടക്കണില്ല അവിടെ. ഈ പ്രപഞ്ചം ഉണ്ടാക്കിയ ആളുകൾ പോലും, ഈശ്വരൻ പോലും വിശ്രമിച്ചു എന്നാണ് AK ബാലനൊക്കെ പറഞ്ഞത്. വിശ്രമിക്കുന്നതിൽ കുറ്റമില്ല. വിശ്രമിക്കുന്നതിലല്ല കുറ്റം. നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് ഇഷ്ടം പോലെ വിശ്രമിക്കാൻ കേന്ദ്രം. അല്ല, അദ്ദേഹം പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, ഇരുന്നും തരാറുണ്ട്. പക്ഷേ എന്തിനു പോയെന്ന് പറയണം. വിശ്രമിക്കാൻ പോയി. അത് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്രമിക്കാൻ പോകണ്ടെന്ന് ആരെങ്കിലും പറയുമോ? പക്ഷെ ആരോടും മിണ്ടാണ്ട് സുപ്രഭാതത്തിലങ്ങ് മുങ്ങിയപ്പോഴാണ് ചോദിച്ചത് എവിടെയാണ്, എങ്ങനെ പോയി, ആരെങ്കിലും സ്പോൺസർ ചെയ്തോ? പറഞ്ഞാൽ എല്ലാം സ്വന്തം കാശുകൊണ്ടാണ്. പ്രശ്നമില്ല, പോയിക്കോട്ടെ. പക്ഷേ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് പോയിന്ന ഒരു വാക്ക് പറഞ്ഞാൽ ഈ വല്ല കുഴപ്പമുണ്ടോ? ഗവർണർ പോലും പറഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ UDF-നകത്ത്, പ്രത്യേകിച്ച് കോൺഗ്രസിനകത്ത് ഒരു അനൈക്യം ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് KPCC പ്രസിഡന്റിൻ്റെ സ്ഥാനം ഏറ്റെടുക്കുന്ന സമയത്ത് പലരും വിട്ടു നിൽക്കുന്ന ഒരു വിമുഖത കാണിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് അദ്ദേഹം തുറന്നു. അതിനൊന്നും അത്രയൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കും കുറച്ച് വാർത്തകൾ വേണ്ട. ഇപ്പോൾ ഒരു മാസം വെറുതെ ഇരിക്കാൻ നിങ്ങൾക്കും പറ്റുമോ? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് ഉണ്ടാക്കിക്കോ. ഞങ്ങൾക്ക് ഒരു പരാതിയില്ല. അല്ല, അത് വിട്ടു നിന്നൊക്കെ ശരിയാണോ?
അല്ല, അത് ഒരാൾ ഞാൻ ചോദിച്ചു, ഈ ഇലക്ഷൻ കാലത്ത് ചാർജ് മാറ്റി കൊടുത്താണ്, തിരിച്ചു കൊടുത്തു, അന്ന് ചാർജ് എടുത്തു അത്ര. സ്വാഭാവികമായിട്ട് വന്ന് ചാർജ് നേരെ വെച്ചാൽ അത് ആദ്യമായിട്ട് ചാർജ് എടുക്കുകയാണെങ്കിൽ അല്ല, ഞാനും പോവല്ലോ. ആദ്യമായിട്ടാണ് ഒരു KPC പ്രസിഡൻറ്റ് ചാർജ് എടുക്കുന്നതെങ്കിൽ ഞങ്ങളൊക്കെ പങ്കെടുക്കും. ഇതങ്ങനെയല്ല, ചാർജ് തിരിച്ചു കൊടുത്തു, അദ്ദേഹം തിരിച്ചു വന്ന് ഏറ്റെടുത്തു. തിരിച്ചു കൊടുക്കുന്ന ആളെങ്കിലും വരേണ്ട പരിപാടി. അത് അദ്ദേഹത്തിനോടൊന്ന് ചോദിച്ചാൽ എന്താ വരാഞ്ഞോ, എന്തെങ്കിലും അസൗകര്യം ചിലപ്പോൾ അദ്ദേഹത്തിനുണ്ടാവും. പക്ഷേ ഇതൊന്നൊരു വാർത്തയാക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇലക്ഷൻ 1 മാസത്തെ ലീവല്ലേ, നിങ്ങളുണ്ടാക്കിയോ കഥകളായിരുന്നു, ഞങ്ങൾക്കൊരു പരാതിയുള്ളവരല്ല. ഏതായാലും പാർട്ടിക്കകത്തോ മുന്നണിക്കകത്തോ ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ അതന്നെ കണ്ടില്ലേ, രാജ്യസഭ ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല, ഞങ്ങൾക്ക് ഏക സീറ്റാണ്, വലിയ തർക്കമില്ലല്ലോ, ഞങ്ങൾ തീരുമാനം എടുത്തില്ലേ. അവിടെ കിടന്ന് അടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ പിന്നാലെ പോയിക്കോ. ശരി, ഓക്കെ. ഈ ഉമർ ഫൈസി മുഖത്തിന് നിസ്കാരത്തെ കളിയാക്കുന്ന രീതിയിൽ ഒരു പരാമർശം കൂടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് ശ്രദ്ധയിൽപ്പെട്ടില്ല. അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. വാർത്തകളിലും മറ്റുണ്ടായിരുന്നു.